ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള കപ്പലുകളിൽ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പ് അടുത്തിടെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി യുഎസും ബ്രിട്ടനും വ്യാഴാഴ്ച യമനിലെ പല സ്ഥലങ്ങളിലായി 13 ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളും യുഎസ് കപ്പലുകളും ഭൂഗർഭ സൗകര്യങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ, ഒരു ഹൂതി കപ്പൽ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയിൽ ഇടിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടിയുടെ മുൻകൂർ വിശദാംശങ്ങൾ നൽകാൻ അജ്ഞാതരുടെ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചു. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ സഖ്യസേനയ്ക്കും ഭീഷണി ഉയർത്താൻ നിശ്ചയിച്ചിരുന്ന 8 അൺക്രൂഡ് ഏരിയൻ വാഹനങ്ങളും യുഎസ് ആക്രമിച്ചു. യുഎസ് MQ-9 റീപ്പർ ഡ്രോൺ യമനിൽ തകർന്ന ഒരു ദിവസത്തിനു ശേഷമാണ് ആക്രമണം ഉണ്ടായത്. യമനിലെ സെൻട്രൽ മാരി പ്രവിശ്യയിലെ മരുഭൂമി പ്രദേശത്ത് വിമാനം ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായി കാണിക്കുന്ന ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. ഈ മാസം മാത്രം ഇത്തരത്തിൽ 3ാമത്തെ ആക്രമണമാണ് രേഖപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം മിസൈൽ ആക്രമണത്തിൽ യമൻ തീരത്ത് ചെങ്കടലിൽ മാർഷൽ ദ്വീപുകളുടെ പതാക ഘടിപ്പിച്ച ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലിന് 2 തവണ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഒരു സ്വകാര്യ സുരക്ഷാ സ്ഥാപനം റേഡിയോ ട്രാഫിക് നിർദ്ദേശിച്ചതായും പറയുന്നു. ഒരു ഗ്രൂപ്പും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലാത്തതിനാലാണ് ഹൂതികളുടെ മേൽ സംശയനിഴൽ വീണത്. ജനുവരി 12 മുതൽ ഇത് 5ാം തവണയാണ് യുഎസും ബ്രിട്ടീഷ് സൈന്യവും ഹൂതികൾക്കെതിരെ സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നത്. എന്നാൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ ഹൂതികളുടെ ലക്ഷ്യങ്ങൾ തകർക്കാൻ യുഎസും ദിവസേനയുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ വിക്ഷേപിക്കാൻ തയ്യാറാക്കിയ ആയുധങ്ങളുമുണ്ട്. ചെങ്കടലിലെ USS ഐസൻഹോവർ വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് USFA-18 യുദ്ധവിമാനങ്ങൾ വിക്ഷേപിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിലെ മറ്റ് US യുദ്ധക്കപ്പലുകളും ഇതിൽ പങ്കെടുത്തു. 36,000 പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിലെ യുദ്ധം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൂതികൾ അടുത്ത മാസങ്ങളിൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ ഇസ്രയേലിനെ ആക്രമിക്കുകയും 1200ഓളം പേർ കൊല്ലപ്പെടുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. US മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഹൂതികൾ ഷിപ്പിംഗിൽ 50-ലധികം ആക്രമണങ്ങൾ നടത്തുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊന്ന് മുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയുമുള്ള ഷിപ്പിംഗ് ഭീഷണി കാരണം ഇത് കുറയുകയും ചെയ്തു. അതേസമയം US യുദ്ധക്കപ്പലുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിലെ കപ്പലുകളെ ലക്ഷ്യമിട്ട് നിരവധി മിസൈൽ ലോഞ്ചറുകളും ഡ്രോണുകളും പുറത്തെടുത്തു. വാണിജ്യ ഷിപ്പിംഗിനെതിരായ ഹൂതി ആക്രമണങ്ങൾ US സഹിക്കില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡനും മറ്റ് മുതിർന്ന നേതാക്കളും ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ പ്രത്യാക്രമണങ്ങൾ മേഖലയിലെ ഷിപ്പിംഗിനെതിരായ ഹൂതികളുടെ പ്രചാരണത്തെ കുറയ്ക്കുന്നതായി കാണുന്നുമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.